പകുതി വില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അനന്തുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. അനന്തുവിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ എന്ന പേരിൽ പുറത്തുവന്ന വിവരങ്ങൾ അനന്തു തള്ളി. മാത്യു കുഴൽനാടന് പണം നൽകിയിട്ടില്ലെന്ന് അനന്തു പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന പല പേരുകളും തെറ്റാണ്. തുകയുടെ ഭൂരിഭാഗവും പദ്ധതിയിൽ ചെലവഴിച്ചെന്നും അനന്തു പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. പിന്നെ ആരാണ് വാങ്ങിയിരിക്കുന്നത്? അനന്തുവിന്റെ മൊഴിയിലെ വിവരങ്ങൾ തള്ളി മാത്യു കുഴൽനാടനും ഫ്രാൻസിസ് ജോർജും CV വർഗീസും രംഗത്ത് വന്നു. അനന്തുവിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഞാൻ ഇദ്ദേഹത്തെ കാണുകയോ അദ്ദേഹം എന്നെ കാണുകയോ എനിക്ക് പണം തരികയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും അടിസ്ഥാനരഹിതമാണ്. എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ പേര് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു പൈസ പോലും, പൈസ എന്നല്ല, ഇങ്ങനെ കണ്ടിട്ട് പോലുമില്ല സത്യം പറഞ്ഞു. അനന്തുവിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് സാങ്കേതിക തെളിവുകൾ ഹാജരാക്കിയാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാക്കുകൾ. ഒരു 7000 രൂപയോ 700 രൂപയോ 70 രൂപയോ 7 രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ തനിക്കോ പാർട്ടിക്കോ അക്കൗണ്ടില്ലെന്ന് ഇടുക്കി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും CV വർഗീസ് പറഞ്ഞു. നിങ്ങൾ പോയി അന്വേഷിക്കാൻ. അതിപ്പോ ഞങ്ങളുടെ പാർട്ടിക്ക് എവിടെയില്ല അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. അതും അങ്ങനെയില്ല. അത് അങ്കവാടി ബാങ്ക് പാർട്ടിക്ക് അക്കൗണ്ടും ഇല്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അങ്കവാടി അക്കൗണ്ട് ഇല്ല. അത് കറക്റ്റാണ്. പിന്നെ ഞങ്ങളുടെ അക്കൗണ്ട് എവിടെയൊക്കെയാണ് ഞങ്ങൾ പാർട്ടി സാമ്പത്തികമാണ് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം. അതിപ്പോൾ മാധ്യമങ്ങളുടെ പങ്കുവെക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിന്നലെ പറഞ്ഞല്ലോ നിയമ നടപടി എന്നെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ സുവ്യക്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ അനന്തുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. പ്രതിക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പല പേരുകളും ശരിയല്ല എന്ന് അനന്തു പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളിൽ പുറത്തു വരുന്ന പല പേരുകളും ശരിയല്ല. മീഡിയയിൽ നിങ്ങൾ പറയുന്ന പല പേരുകളും ശരിയല്ല. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ ആന്റണി, വലിയ തരത്തിൽ ഈ ഒരു തട്ടിപ്പ് രാഷ്ട്രീയപരമായി കൂടി വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. നിരവധി രാഷ്ട്രീയക്കാരുടെ പേരുകൾ കൂടി ഉയർന്നു വരുന്നതോടുകൂടി അതും പാർട്ടി വ്യത്യാസമില്ലാതെ പല ആളുകളുടെയും പേര് ഉയർന്നു വരുന്നു. ഇപ്പോൾ അനന്തുവിനെ കോടതിയിൽ ഹാജരാക്കി. അവിടെ എന്താണ് കോടതി പറഞ്ഞത്? നിലവിൽ അനന്തുവിനെ വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടുന്നതോടുകൂടി അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ഇയാളുടെ റിമാൻഡ് കാലാവധി നീട്ടുകയാണ്. നാളെ ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ അനന്തു കൃഷ്ണൻ പറയുന്നത് പല പേരുകളും, പുറത്തുവരുന്ന പല പേരുകളും ശരിയല്ല. അതായത് രാഷ്ട്രീയക്കാർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇയാൾ നിഷേധിക്കുന്നില്ല. ഇയാൾ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർ പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന പേരുകൾ ശരിയല്ല എന്നുള്ളത് മാത്രമാണ് ഇയാളുടെ വാദം. എന്തായാലും കൂടുതൽ പേരുകൾ ഇയാൾ വരും ദിവസങ്ങളിൽ പറയുമെന്ന് തന്നെയാണ് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ, ഫ്രാൻസിസ് ജോർജ്, കൂടാതെ ഇടുക്കി MP അടക്കമുള്ള ആളുകൾക്ക് എതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ അനന്തു കൃഷ്ണന്റെ ചില വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് താൻ പണം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അനന്തു കൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ പുറത്തുവരുന്ന പേരുകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സമീപനം അനന്തു കൃഷ്ണൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാറ്റി മറിച്ചുമെല്ലാം മൊഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ മാറ്റി മറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകി കഴിഞ്ഞിരിക്കുന്നു. ചില ചതികളിൽ തന്നെ പെടുത്തിയതാണ് എന്നുള്ളത്
ഇയാൾ വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായി അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ തന്നെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ തന്നെ അനന്തുകൃഷ്ണന്റെ CSR ഫണ്ട് തട്ടിപ്പുമായുള്ള അന്വേഷണം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. സംസ്ഥാനത്താകമാനം ക്രൈംബ്രാഞ്ച് SP മാരെ ഏകോപിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. സേതു, സഹിൻ, ഈ മൊഴി മാറ്റി മാറ്റി പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ അനന്തകൃഷ്ണൻ ആദ്യം പറഞ്ഞതല്ല പിന്നെ വീണ്ടും പറയുന്നത്, അത് ഏത് തരത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാനാണ് എന്നുള്ള ഒരു തോന്നൽ പോലീസിനുണ്ടോ? സ്വാഭാവികമായും അത് ഒരു സൂചന ആയിക്കൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള പേരുകൾ പുറത്തേക്ക് വന്നാൽ അത് അയാൾ മാറ്റി പറയുമ്പോൾ പിന്നീട് അയാൾ ഒരിക്കലും ഈ പേര് പറയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ ഒരു ക്രിമിനൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം ആളെ ആദ്യം സമൂഹ മധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക, അതിനുശേഷം അവരെ സംരക്ഷിക്കുക, പിന്നീട് അവർ ഏതെങ്കിലും ദൂതന്മാർ വഴിയോ മറ്റു ആളുകൾ വഴിയോ ഇവരെ സമീപിക്കുമ്പോൾ ഞാൻ ഇതുവരെയും പേര് പറഞ്ഞിട്ടില്ല, ഇനി പേര് പറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ആ ദൂതന്മാർ വഴി തന്നെ പറഞ്ഞ് സ്വന്തം തടി ഊരിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതായിക്കൂടായില്ല അനന്തകൃഷ്ണന്റെ ഒരു നീക്കം. അതല്ലെങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന പേരുകൾ പൂർണ്ണമായിട്ടും തെറ്റായിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അനന്തകൃഷ്ണൻ പഠിച്ചൊരു കള്ളനാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം അത് പൂർണ്ണമായും തട്ടിപ്പാണ് എന്ന് അനന്തകൃഷ്ണന് തന്നെ അറിയാമായിരുന്നു. കാരണം ഇങ്ങനൊരു CSR ഫണ്ട് വരാനില്ലാത്ത CSR ഫണ്ടിന്റെ പേരിൽ പണം പിരിക്കുക, അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുക എന്നുള്ളത്, അങ്ങനെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒരാൾ പുറത്തു നിൽക്കുമ്പോൾ ആ ആളെ മാത്രം കുടുക്കിക്കൊണ്ട് മറ്റാരെയും താൻ ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പകരം തന്നെ സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശം ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് കൊടുത്തതായി കൂടെ. ശരി സഹീൻ, എന്തായാലും അനന്തകൃഷ്ണന്റെ റിമാൻഡ് കാലാവധി നീട്ടിയ സ്ഥിതിക്ക് കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരും പോലീസിന്റെ ഭാഗത്തു നിന്നുമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്.